മുഴുവനും ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു എന്നും വിചാരിക്കുക. എന്നിട്ട് അള്ളാഹ് പറയാണ് ഞാനത് മുഴുവനും കൊടുത്തു. ഈ ചോദിക്കപ്പെട്ട ലോകത്തിലെ സകല മനുഷ്യരുടെയും ജിന്നുകളുടെയും അഭിലാഷങ്ങൾ മുഴുവൻ ഞാൻ നിറവേറ്റി കൊടുത്താലും അതൊരു കടലിൽ ഒരു സൂചി മുക്കിയാൽ ആ സൂചിയിൽ എത്ര വെള്ളം പോരും, അത്രയേ എന്റെ സമ്പത്തിൽ നിന്ന് കുറയുന്നുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞതായി ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഈ സമ്പത്തിനൊപ്പം അവന്റെ മാന്യത കൂടി നമ്മൾ പരിഗണിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് നമ്മൾ പരിധികളെ വെക്കേണ്ടതില്ല. അള്ളാഹു അത്രയും ജനറസ് ആണ്, വാരിക്കോരി നൽകാൻ സന്നദ്ധനായി നിൽക്കുന്ന റബ്ബാണ് നമുക്കുള്ളത്. ആ റബ്ബിനോട് ചോദിക്കുവാൻ നമ്മൾക്ക് എന്താണ് മടി? പരിശുദ്ധ റമളാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബൂവത്തിന്റെ ഏറ്റവും തുടക്കത്തിൽ മുന്നോട്ട് വെച്ചൊരു മെസ്സേജാണിത് എന്നാണ് ഖുർആനിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അക്രമായ റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾക്കിപ്പോ പരിശുദ്ധ ഖുർആനിൽ റമളാനുമായി ബന്ധപ്പെട്ട വചനങ്ങൾ സൂറത്തുൽ ബഖറയിൽ 153 മുതൽക്കുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ റമളാനിനെ കുറിച്ച് സംസാരിച്ചു പോകുന്നതിന്റെ ഇടക്ക് ആ വചനത്തിന്റെ മുമ്പും ആ വചനത്തിന്റെ ശേഷവും നോമ്പിനെ കുറിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സംസാരിക്കുന്നത്. അതിനിടക്കാണ് അള്ളാഹു പറയുന്നത് وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُم يَرْشُدُونَ എന്ന് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാണ്, എന്റെ അടിമകൾ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരുടെ ഏറ്റവും അടുത്തുള്ള ആളാണ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്, ഞാൻ അവർക്ക് കരീബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അന്നത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിരുന്നു. അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ ഒരു ചിത്രം അവരുടെ മനസ്സിൽ ഇല്ലായിരുന്നു. നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയും. ചില ആൾക്കാരൊക്കെ ചോദിച്ചു, അള്ളാഹിനെ ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് വിളിച്ചാലും അള്ളാഹ് കേൾക്കോ? മെല്ലെ വിളിച്ചാൽ അള്ളാഹ് കേൾക്കോ? അള്ളാഹുവിനെ വിളിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക പോസ്റ്ററിൽ നിന്നിട്ടാണോ? ഇങ്ങനെ പല ചോദ്യങ്ങളും. ഇതിനൊക്കെ മറുപടിയായിട്ടാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടതെന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആ അക്രമായ കരീമായ അള്ളാഹു നമ്മളുടെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഉണ്ടായിരിക്കെ അവനോട് ചോദിക്കാൻ, അവനിലേക്ക് തിരിയാൻ, ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിവർത്തി വെക്കാൻ നമ്മൾക്ക് എന്താണ് മടി എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളുടെ ആത്മാവിനെ തൊട്ടുണർത്തി നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പ്രിയപ്പെട്ട